ഗൈസ്, മാർച്ചിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരെയുള്ള AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്വാളിഫയേഴ്സ് മാച്ച് ഉണ്ടല്ലോ. ആ ഒരു പ്രോബബിൾസ് പുറത്തു വരുമ്പോൾ രണ്ട് വിദേശത്ത് കളിക്കുന്ന താരങ്ങളാണ് ആ ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ആദ്യത്തെ താരം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്, ഹംസ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ലെസ്റ്റർ സിറ്റിയിലൊക്കെ കളിച്ചിരുന്ന താരം. ആ ഒരു താരത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ ഹംസ ചൗധരിയെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഒന്ന് പരാമർശിക്കണം. അദ്ദേഹം ഈ ഒരു ജനുവരിയിൽ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ് ഷെഫീൽഡ് യുണൈറ്റഡിലേക്ക്. ഒരു ലോൺ മൂവാണ് നടത്തിയിട്ടുള്ളത്. സോ ഷെഫീൽഡ് കളിക്കുന്നത് സെക്കൻഡ് ഡിവിഷനിലാണ്, അതായത് ചാമ്പ്യൻഷിപ്പിലാണ്. സോ പ്രീമിയർ ലീഗ് കളിക്കുന്നൊരു പ്ലെയർ എന്താണെങ്കിലും ഇന്ത്യക്കെതിരെ കളിക്കില്ല, ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നൊരു പ്ലെയർ ആയിരിക്കും കളിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്റർ സിറ്റി അത്ര നല്ല രൂപത്തിലല്ലല്ലോ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ലെസ്റ്റർ സിറ്റിയിൽ കാര്യമായിട്ടുള്ള അവസരവും ലഭിച്ചിരുന്നില്ല. എന്താണെങ്കിലും ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരം ഷെഫീൽഡ് യുണൈറ്റഡിൽ എത്തിയതിന് ശേഷം ആ ഒരു ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 സ്ഥിരമായിട്ട് കളിക്കുന്നൊരു പ്ലെയറായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഒരു പ്ലെയർ ഇപ്പം പ്രീമിയർ ലീഗ് കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു ഗെയിം ടൈം കിട്ടാത്തൊരു പ്ലെയറായിട്ട് വരുന്നതിനേക്കാൾ ഒരു ഗെയിം ടൈം കിട്ടി നല്ല ഫിറ്റ്നസ്സോടുകൂടി നല്ല ഫോമിൽ വരുന്നൊരു പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിന് അതിനൊരു ആനുകൂല്യം ഉണ്ടാവുമല്ലോ. സോ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ ലീഗല്ല. അപ്പോൾ ആ ഒരു ലീഗിൽ ഇപ്പം സെക്കൻഡാണ് ഷെഫീൽഡ് യുണൈറ്റഡ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ പല ടോപ്പ് ടയർ ലീഗുകളെക്കാൾ ഹൈലി റേറ്റ് ചെയ്യപ്പെടുന്നൊരു ലീഗാണ് ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ബംഗ്ലാദേശിന് അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് അവരുടെ ഒരു മിഡ്ഫീൽഡിലെ ഗുണം ചെയ്യും അദ്ദേഹം കളിച്ചാലെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഫഹമുദുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരമാണ്, പ്രോബബിൾസിൽ ഇടം പിടിച്ചിട്ടുള്ള പുറത്ത് കളിക്കുന്ന ഒരു താരം. അദ്ദേഹം യൂറോപ്പിൽ തന്നെയാണ്, ഇറ്റലിയിലാണ് അദ്ദേഹം ഉള്ളത്. 18 വയസ്സുകാരനായിട്ടുള്ള ഒരു താരം, വിങ്ങറാണ്. അദ്ദേഹം സീരിയ ഡി, അതായത് ഇറ്റാലിയൻ 4th ഡിവിഷനിലാണ് കളിക്കുന്നത്. ഓൾബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 18 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇറ്റാലിയിലെ പല ക്ലബ്സിൻ്റെയും ഒരു യൂത്ത് ലീഗ്സിൽ അല്ലെങ്കിൽ അക്കാഡമീസിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ ലെവലുള്ളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സീസണിലായിരുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിന് ബംഗ്ലാദേശിന് വേണ്ടി കളിക്കാനായിട്ടുള്ള ഒരു അവസരവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ യങ് ഏജിൽ തന്നെ. എന്നാണെങ്കിലും ഈ രണ്ട് മാറ്റങ്ങൾ കൊണ്ട് ഇപ്പം ബംഗ്ലാദേശിന് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യക്കെതിരെ. പക്ഷേ മറ്റു ചില ടീമുകൾക്കൊക്കെ ഇതിലുള്ള അഡ്വാൻറ്റേജ് കിട്ടിയേക്കാം. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവർ ഇനിയും ഇതേപോലത്തെ അഡീഷൻസൊക്കെ നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സാഫിലാണെങ്കിൽ പോലും ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന ഒരു ടീമാണ്. കൂടുതൽ ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജ് എപ്പോഴും ഉള്ളൊരു ടീം തന്നെയാണ് ബംഗ്ലാദേശ്. അപ്പം അത് പയ്യെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഈ പറഞ്ഞ ഒറിജിനൽ പ്ലേയേഴ്സിനെ ഇങ്ങനെ ഇറക്കുമതി നടത്തി, അത് നല്ല ലീഗ്സിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഇറക്കുമതി നടത്തി കളിക്കുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ള കമ്പോസ് ചെയ്യാൻ പറ്റുക?